ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രാഡേ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഡിക്കേറ്റർ CPR, പിന്നെ അതുപോലെ തന്നെ RSI കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് എന്നുള്ള സ്ട്രാറ്റജിയും കൂടി ആഡ് ചെയ്തിട്ടാണ്. ജസ്റ്റ് നമുക്ക് ആദ്യം ഈ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമ്മൾ CPR ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മതി. CPR എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതേ ഉണ്ടോ, ഇവിടെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് നിറയെ CPR വരും. ഇതിൽ നമ്മൾ ഈ CPR വിത്ത് പിവറ്റ് ലെവൽ ഗോമതി ശങ്കറിൻ്റെ വേണം എടുക്കുക. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ടാവും. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും കുറേ ലൈനുകൾ. ഈ ലെഫ്റ്റ് സൈഡ് കോർണറിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് കാണാൻ പറ്റും. ഈ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ടിക്ക് ചെയ്യാം. അതിലിപ്പോൾ കുറേ ആവശ്യമില്ലാത്തതെല്ലാം ഉണ്ട്. ഇപ്പം പ്രീവിയസ് ഡേ ലോ ഹൈ ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ ടിക്കൊക്കെ നമ്മൾ ജസ്റ്റ് അൺമാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാർട്ട് കുറേ കൂടെ വൃത്തിയായി കാണാനും കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് കാണാനും പറ്റും. ഇതിൽ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇത് നമുക്ക് വേണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി പിവറ്റ് പോയിൻ്റ് ഇതിൻ്റെ കളർ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് കൊടുക്കാം. ഡെയിലി BC നമുക്ക് യെല്ലോ കൊടുക്കാം. TCയും നമുക്ക് യെല്ലോ കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഡെയിലി R1 റെസിസ്റ്റൻസ് നമ്മളെപ്പോഴും റെഡാണ് കൊടുക്കാറ്. റെഡ് R1, ആ ദിവസത്തെ R2, ആ ദിവസത്തെ തന്നെ R3. ഇനി നമുക്ക് R1, R2, R3, R4ൻ്റെ ആവശ്യമില്ല. S1 നമുക്ക് ചുവപ്പ് തന്നെ മതി. അല്ല, സപ്പോർട്ട് നമ്മൾ ഗ്രീനല്ല എടുക്കാറ്. അപ്പോൾ S1 നമ്മൾ ഗ്രീന്, S2 ഗ്രീന്, S3 ഗ്രീൻ. അതായത് ഒന്നുമില്ല, സപ്പോർട്ട് നമ്മൾ ഗ്രീൻ കളറ്, കാരണം സപ്പോർട്ടിൽ തട്ടി തിരിച്ചു പോകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യണു. റെസിസ്റ്റൻസിന് ഡേഞ്ചർ സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ റെഡ് കളറ് ഇൻഡിക്കേറ്റ് ചെയ്യണു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ യെല്ലോ, ബ്ലാക്ക്, യെല്ലോ ഇതാണ് നമ്മുടെ പിവറ്റ് പോയിൻ്റ് എന്ന് പറയണത്. ഇതിൽ ഈ ഫസ്റ്റ് ഗ്രീനാണ് R1, ഇതാണ് R2, താഴെയുള്ളത് R3 റെസ്പെക്റ്റീവ്ലി. അങ്ങനെ മുകളിലേക്കും അതുപോലെ തന്നെ ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ എത്തിക്കുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഈ സ്ട്രാറ്റജി പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാരോ ആയിട്ട് വരുന്ന സമയത്ത്, അതായത് ഈ യെല്ലോ ഉണ്ടില്ലേ, യെല്ലോ, ബ്ലാക്ക്, യെല്ലോ, ഇത് നാരോ ആയി വരണ സമയത്ത്, അത് ക്രോസ് ചെയ്യണ സമയത്ത് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്ന പറയണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തൊട്ടിപ്പുറത്ത് തന്നെ കാണാൻ പറ്റും. ഏതാണ്ട് ഓഗസ്റ്റ് 29 ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നാരോ, ഇത് ചെറിയ നാരോ ആണ്, പക്ഷെ ഇതിനെക്കാട്ടിലും നാരോ ആയിട്ടും വരും. ആ സമയത്ത് അത് ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ നാരോ ബ്രേക്ക് ചെയ്തപ്പോൾ മുകളിലോട്ട് പോയി. അതുപോലെ തന്നെ ഇവിടെ നാരോ ബ്രേക്ക് ചെയ്തപ്പോൾ മുകളിലോട്ട് പോയി. അതേമാരി ഇവിടെ നാരോ താഴോട്ട് വന്നപ്പോൾ താഴോട്ട് പോയി. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ മുകളിലോട്ടും പോകും. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴോട്ടും വരും. ഇത് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും നോക്കാം. നാരോ CPRൽ നാരോ, പിന്നെയുള്ളത് ഇതേ കണ്ടോ, അടുത്ത നാരോ ഇതാ. ഇവിടെയും അതുപോലെ തന്നെ നാരോ വന്നു, ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് പോയി. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സ് വെറുതെ എടുത്താണ്. നിങ്ങൾ ഇതേപോലെ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തപ്പിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചാർട്ടിങ്ങിൽ പോയിട്ട് നിങ്ങൾക്ക്
നാരോ CPR ഫോർ ടുഡേ എന്നടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സ്റ്റോക്ക് കാണാൻ പറ്റും. ആ സ്റ്റോക്കിൽ അടുത്ത ദിവസം രാവിലെ നിങ്ങൾ ആ നാരോ CPR എടുത്ത് വെച്ചതിന് ശേഷം മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കൂടി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ RSI കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പോയിട്ട് RSI എന്ന് അടിച്ചാൽ തന്നെ ഇവിടെ വരും. RSI സ്ട്രെങ്ത് ഇൻഡെക്സ്, RSI ഡൈവേർജൻസ് ഇൻഡിക്കേറ്റർ. ഇതും കൂടി ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഏതോ ഒരു സ്ട്രാറ്റജി ഞാൻ കളയണം. കാരണം എൻ്റെ ഡെയിലി മൂവിങ് ആവറേജ് എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ഇതും കൂടി ശരിക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രേഡ് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നാരോ CPR വരുന്ന സമയത്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്നല്ലേ. ഇതിവിടെ നോക്കിയേ, നാരോ CPR വരുന്ന സമയത്ത് അതേ സ്ഥലത്ത് നമുക്കൊരു ഇവിടെ നാരോ CPR വരുമ്പോൾ ഒരു ബൈ ഇൻഡിക്കേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? ആ സമയത്ത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ നാരോ CPRഉം അതുപോലെ തന്നെ ഈ RSI കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ്. RSI കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് RSI താഴോട്ട് വരുന്ന സമയത്തും സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം അതിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ്, അടിയിലോട്ട് വരാറായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ സെല്ലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും, ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ മിനിറ്റ്, ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും RSIയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണിക്കുന്നത്. അതായത് സ്റ്റോക്ക് ഡൗൺ ആണ്, പക്ഷേ RSIയിൽ ബൈ ചെയ്യാനുള്ള റെക്കമെൻഡേഷനാണ് വരുന്നത്. സോ ഈ ഒരു സൈഡ് നിങ്ങൾ ഒരു ബൈ ചെയ്തിരുന്നെങ്കിൽ, ഇതുണ്ടോ, ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് RSI പറയണത് ബൈ ചെയ്യാനാണ്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് അന്നത്തെ ദിവസം തന്നെ ഒരു 3 to 4% വരെ മുകളിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ RSIയും അതുപോലെ തന്നെ നമ്മളുടെ CPRഉം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബൈ സെല്ല് ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വോള്യൂമുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് ഈ 2 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റോക്ക് നിങ്ങൾ ഇൻട്രാഡേയിൽ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഈ നാരോ CPR കഴിഞ്ഞ് മുകളിലോട്ട് പോയി എന്ന് വിചാരിക്കാം. മുകളിലോട്ട് പോയി എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെല്ല് ഓപ്ഷൻസ്, ഇതിലിപ്പോൾ സെല്ല് കാണിക്കുന്നതുണ്ടോ, ഇവിടെ കാണാൻ പറ്റും, ബെയറിഷ് കണ്ടോ, ഇവിടെ ബെയർ എന്ന് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം സ്റ്റോക്ക് അപ്പാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതുണ്ടോ, ഇവിടെ സ്റ്റോക്ക് മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷേ RSI ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താണ്, താഴോട്ടാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റോക്ക് മുകളിലോട്ട് പോയി RSI താഴോട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്, നേരെ ഒരു ഡൗൺ ട്രെൻഡാണ് സംഭവിച്ചത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങളൊരു സെൽ ഓപ്ഷൻ ഇട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബൈ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, സ്റ്റോക്ക് താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ RSIയിൽ ബൈയിങ് ഓപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചെറിയ ഒരു ഗ്രാഫേ അതിൽ കാണിക്കുന്നുള്ളൂ. ഇവിടെ ഈ ബെയറിഷ് കാണിക്കുമ്പോൾ നമുക്ക് വലിയ ബെയറിഷിൻ്റെ സിഗ്നൽ കാണിച്ചു, ഇവിടെ ചെറിയൊരു ബുള്ളിഷേ കിട്ടിയിട്ടുള്ളൂ. അവിടെ പോയിട്ട് നിങ്ങൾ സിഗ്നൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമേ
ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ RSI നിങ്ങൾ നോക്കുമ്പോൾ RSIൻ്റെ സ്ട്രെങ്ത്ത് കൂടി നോക്കണം. ഇവിടെ ഇത്രയും വലിയ ഒരു വര വന്നു, പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ചെറിയൊരു ബുള്ളിഷേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പോയി സ്റ്റോക്ക് അങ്ങനെ എടുക്കരുത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. RSIയിൽ ചെറിയൊരു ഇൻഡിക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ പോയി ചാടി കയറി എടുക്കരുത്. RSIയിൽ സ്ട്രെങ്ത്തും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ ഉചിതമായ തീരുമാനം എടുക്കണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സിമ്പിളായി പറഞ്ഞുകൊണ്ടാണ്. RSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴോട്ട് വരികയും സ്റ്റോക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ബെയറിഷ് ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് RSI പറയുന്നത്. അതുപോലെ തന്നെ ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് കാണിച്ചാൽ വീണ്ടും ആ സ്റ്റോക്ക് ഡൗണിലേക്ക് വരും, പക്ഷേ അതൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകും എന്നാണ് RSI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതും ഈ CPRൻ്റെ ഈ ഓരോ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും കൂടിയിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും നല്ല വോള്യമുള്ള സ്റ്റോക്കുകളിൽ പേപ്പർ ട്രേഡിംഗ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു.